അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ MSMൻ്റെയും IGMൻ്റെയും പ്രവർത്തകർ, ആദ്യത്തെ ക്ലാസ്സാണ്. ഈ പരിപാടിക്ക് ഇഷ്ടപ്പെട്ട് വന്നവരും കഷ്ടപ്പെട്ട് വന്നവരും പ്രഷർ ചെയ്ത് വന്നവരൊക്കെ ഉണ്ടാവും അല്ലേ? കുറേ കാലമായി വിളിക്കണ്. അപ്പം എങ്ങനെ ഇനി പോകാതെ നിൽക്കാമെന്ന് വിചാരിച്ച് വന്ന ആളുകളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും ഇത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കണം. നമ്മളീ ഒരു ഏജിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഉപദേശങ്ങളെ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒന്നാണല്ലേ? ആരും ഉപദേശങ്ങൾ പറഞ്ഞാലും ഇഷ്ടമില്ലല്ലോ. ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ട്. ഉപദേശം പറഞ്ഞാൽ ഇഷ്ടമുണ്ടോ? ഇഷ്ടം നിങ്ങൾ പറയണം. ഒരാൾക്കും ഇഷ്ടം ഉണ്ടാവില്ല. എന്നാൽ ഉപദേശിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപദേശിക്കാൻ വേറെ ആൾ, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഉപദേശിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ കേൾക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ ഉണ്ട് നമ്മുടെ ലൈഫിൽ. അത് കേട്ടേ പറ്റും. ഇപ്പോൾ നമുക്ക് നോട്ടൊക്കെ തന്നിട്ടുണ്ടാവും. സാധാരണ പ്രോഗ്രാമിന് അത് കഴിഞ്ഞു പോകുമ്പോൾ അതിൽ ഇവിടുന്ന് ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു നോട്ടും അതിൽ ഉണ്ടാകാറില്ല. ചിലപ്പോൾ ചിത്രം വരയ്ക്കലോ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതലൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഇവിടുന്ന് പോകുമ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വെക്കുക. നിന്നോ? ഞാൻ 10 വരെ എണ്ണും. 10 വരെ എണ്ണുന്നതിൻ്റെ ഉള്ളിൽ കുറച്ച് കുറച്ചായിട്ട് ഇരിക്കണം. 10 എന്ന് പറഞ്ഞാൽ മാത്രമേ ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ 1 എന്ന് പറയും. അപ്പോൾ ആ പൊസിഷനിൽ നിൽക്കാൻ പറ്റില്ല, കുറച്ചൊരു മൂവ്മെൻറ്റ് വേണം. അങ്ങനെ 10 എന്ന് പറയുമ്പോൾ മാത്രമേ ഫുള്ളായിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇരിക്കാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? 1, 2, ഇങ്ങനെ നിൽക്കരുത് കേട്ടോ. 3, 4, 5, 6, 7, 8 ഇരുന്നല്ല 9. നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ വരണ്ടേ? വിഷയത്തിലേക്ക് വരണ്ട എന്നായിരിക്കും. 10. ഓക്കെ. റിലേഷൻഷിപ്പാണ്, നമ്മുടെ ബന്ധങ്ങൾ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടേക്ക് നമ്മൾ അയച്ചത് നമ്മുടെ ഉമ്മയും ഉപ്പയായിരിക്കും. അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച 2 ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ ഉമ്മയും ഉപ്പയായിരിക്കും. നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആദ്യം ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് ഈ 2 വ്യക്തി, ശരിയല്ലേ? നമ്മുടെ ഉമ്മയും ഉപ്പയായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെക്കുറിച്ച് ടെൻഷൻ അടിക്കുക. അവൻ്റെ ഭാവി എന്തായിരിക്കും, അവരുടെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന 2 ആളുകൾ. നമുക്ക് നമ്മുടെ ഉമ്മാനും ഉപ്പാനും എത്ര ഇഷ്ടമാണ്? പറയുമ്പോൾ ചിലപ്പോൾ ഒരു 10 മാർക്കൊക്കെ കൊടുക്കാൻ പറയുമ്പം 10 10 എന്നൊക്കെ നമ്മൾ പറയും. എന്നിരുന്നാലും നമ്മുടെ ഉമ്മയും ഉപ്പയും പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ? നമ്മുടെ ഉമ്മാനോട് ഉപ്പാനോട് നമ്മൾ ദേഷ്യം പിടിക്കാതെ, വേണ്ടാത്തൊന്നും പറയാതെ, അവർ പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണോ? നമ്മൾ ആലോചിച്ച് നോക്കാം. നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന 2 വ്യക്തികളാണ് ശരിക്കും നമ്മുടെ ഉമ്മയും ഉപ്പയും. ഇത് നമ്മളെപ്പോഴാണ് മനസ്സിലാക്കാന്നറിയാം? നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് മാത്രം വാദിക്കുന്ന, അവരുടെ കുറേ ആഗ്രഹങ്ങളും അതേപോലെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റിവെച്ച് നമുക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഈ 2 ആളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമ്മളൊന്നിങ്ങനെ ചെറുപ്പകാലത്തിലേക്ക് പോവാം. ഞാൻ പറയണത് നിങ്ങൾ ഇമാജിൻ ചെയ്യണം കേട്ടോ. ഇപ്പം നിങ്ങളുടെ ചെവിയിൽ ഒരു ഈച്ച കയറി എന്ന് വിചാരിച്ചാ ഒരു ഈച്ച കണ്ടില്ലേ? ഒരു ഈച്ച കയറി നിങ്ങളുടെയൊക്കെ ചെവിയിൽ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ചെവിയിൽ ഒരു ഈച്ച കയറി. ആ ഈച്ച ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്തു അവിടെ ചെവിയിൽ. എങ്ങനെ ഉണ്ടാവും? സുഖം ഉണ്ടാവോ? നമ്മൾ ചെവിയിൽ ഈച്ച കയറിയ സുഖം ഉണ്ടാവോ? നമ്മുടെ സുഹൃത്ത് കളിക്കാൻ വിളിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്, വേറെ കുറേ കാര്യങ്ങൾക്ക് വിളിക്കുന്നുണ്ട്. പോകാൻ തോന്നുമോ?
ഇല്ല. 2 ദിവസം ഈച്ച അവിടെ സ്പെൻഡ് ചെയ്തു ചെവിയിൽ. എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക? ഈച്ച ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്. ഉമ്മ ഇപ്പം വേറെ കുറേ കാര്യങ്ങൾ പറയുന്നു, ഫ്രണ്ട്സിൽ പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ഇങ്ങനെ. നമുക്കതൊന്നും നമ്മുടെ മൈൻഡിലില്ല. ഈ ഈച്ച എങ്ങനെയെങ്കിലുമൊക്കെ പോയി കിട്ടണം. 3-ാമത്തെ ദിവസവും ഈച്ച പുറത്തേക്ക് വരുന്നില്ല. ദേഷ്യം കൂടുമോ കുറയോ? ദേഷ്യം കൂടൂലേ? നമുക്കിങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. 4-ാമത്തെ ദിവസം നിങ്ങൾ എത്രയും ബുദ്ധിമുട്ടിച്ച ഈച്ചനെ നിങ്ങളുടെ കയ്യിൽ കിട്ടി. എന്തു ചെയ്യും? 4 ദിവസം നിങ്ങളുടെ ബുദ്ധിമുട്ടിച്ച ഈച്ചനെ ഇങ്ങനെ കൈമ കിട്ടണം. എന്താ ചെയ്യാം? അല്ലയോ ഈച്ചേ, താങ്കൾ കാരണം 4 ദിവസം അതിഭയാനകമായ സമയത്തിലൂടെ ഞാൻ കടന്നുപോയത്. ഇനി ആരുടെയും ചെവിയിലേക്കൊന്നും പോകരുത് എന്ന് ഉപദേശിച്ചു വിടുമോ? എന്താ ചെയ്യാ? നിങ്ങൾ പറയ്. അതിനെങ്ങനെയല്ലേ ഇങ്ങനെ കൈമ അടിച്ച് ഇങ്ങനെ പരത്തി. പിന്നെ അതിനേക്കാൾ സൈക്കോ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? അതിൻ്റെ കാലൊക്കെ ഇങ്ങനെ ഒന്ന് ഊരി, അല്ലേ, ചിറകൊക്കെ ഒന്ന് പറിച്ച്, അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ, ചില റീലിലൊക്കെ കാണാം. കൊതുകിനെ കാന്തം കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് കൊല്ലുന്ന ആൾക്കാർ. അതേപോലെ തന്നെ ഈ കുപ്പിയിലുള്ളിലാക്കിയിട്ട് പിന്നെ അതിലേക്ക് ഗ്യാസ് അടിച്ച് കയറ്റിയിട്ടില്ലേ, അതിനെ മാനസികവും ശാരീരികവുമായിട്ട് പീഡിപ്പിക്കുന്ന ആൾക്കാർ. ഇതേമാതിരി ആ ഈച്ചൻ്റെ കാലൂരിയും ചെയ്യില്ലേ, അതിൻ്റെ ചിറകുകളൊക്കെ പറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും? അതിനെ കൊല്ലും. നീ ചത്ത് എന്ന് ഉറപ്പായാലും താഴത്തിട്ട് ചവിട്ടിയിട്ടില്ലേ. ഇതൊക്കെ ചെയ്യണപ്പം എന്തിനാ? എന്താ കാരണം? എന്താ? 4 ദിവസമാണ് എൻ്റെ ഭക്ഷണം എനിക്ക് മര്യാദയ്ക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ യാത്ര പോകാൻ കഴിഞ്ഞില്ല. കുറേ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാക്കിയിട്ട് 4-ാമത്തെ ദിവസം ഈച്ച പുറത്തേക്ക് വന്നപ്പോൾ എനിക്ക് ക്ഷമിക്കാനും സഹിക്കാനും ഒന്നും കഴിഞ്ഞില്ല. ഇനി നമ്മളെ ഉമ്മനെ കുറിച്ച് ചിന്തിച്ചോ? നമ്മൾ ഉമ്മൻ്റെ വയറ്റിലായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അല്ലേ? ശരിയല്ലേ? എല്ലാവരും ആ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മനുഷ്യനങ്ങനെ അല്ലാതെ വരാൻ പറ്റില്ല. ഇങ്ങനെ ഉമ്മാൻ്റെ വയറ്റിനുള്ളിലാകുന്ന സമയത്ത് ഒരു 8-9 മാക്സിമം 10 മാസം ഉമ്മ നമ്മളങ്ങനെ പേറിയിട്ടുണ്ടാവും. ഒരു 8 മാസം ആകുന്ന സമയത്തുള്ള നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ഉമ്മാക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും ആ സമയത്ത്. ഉമ്മാക്ക് കുറേ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമുക്കെന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ച് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള ഭക്ഷണം, അല്ലേ, ആ മെനു അനുസരിച്ചിട്ട് മാത്രമായിരിക്കും ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക. നമ്മൾ കുറേ സ്ഥലത്തേക്ക് യാത്രകൾ പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ വയറ്റിനുള്ളിലാകുന്ന സമയത്ത് ഉമ്മാക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോയിട്ടുണ്ടാവോ? ഒരിക്കലുമില്ല. നമുക്കെന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ച് ഉമ്മയുടെ കുറേ വിവാഹ പരിപാടികളും സൽക്കാരങ്ങളും അതേപോലെ തന്നെ ടൂർ പ്രോഗ്രാംസും എല്ലാം ഉമ്മ മാറ്റി വെച്ചിട്ടുണ്ടാവും. നമ്മളെങ്ങനെ കിടന്നുറങ്ങുക? നമ്മൾ കിടന്നതുപോലല്ല ചിലപ്പോൾ എഴുന്നേൽക്കുക. തല ബാക്കിൽ നിന്ന് ഇങ്ങോട്ടായിട്ടൊക്കെ എണീക്കും, അല്ലേ? ചിലപ്പോൾ കട്ടിൻ്റെ അടിയിൽ നിന്നൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും സ്വപ്നത്തിൽ പോയി മറിഞ്ഞ് വീണുപോയിണ്ടാവും. കട്ടിൻ്റെ അടിയിൽ നിന്നൊക്കെ ആയിട്ട് എണീറ്റ് വരാം. നമ്മൾ ചെറിയ കുഞ്ഞുവാവാണ് സമയത്ത് ഉമ്മ എങ്ങനെയായിരിക്കും കിടന്നുണ്ടാവുക? കളർ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ, തിരിയാനും മറയാനും ഒക്കെ പേടിച്ച് നമുക്കെന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ച് ഉമ്മയുടെ കുറേ ഉറക്കം ഉമ്മ മാറ്റി വച്ചിട്ടുണ്ട്. എന്നിട്ട് 8, 9, 10 മാസം കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ 4 ദിവസം നമ്മുടെ ചെവിയിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഈച്ചയെ നമ്മളെന്താ ചെയ്തേ? വെറും 4 ദിവസം. ശരിക്ക് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഉമ്മ അങ്ങനെയല്ലേ കാത്തുകളാവും, നിങ്ങോട്ട് പുറത്തേക്ക് വരാൻ കാത്തു നിൽക്കാൻ മതിൽമേലേക്ക് ഒരു ഏറിയണേ അല്ലേ? 10 മാസം ഉള്ളിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അല്ലേ? പുറത്തേക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് മതിലിലേക്ക് ഒരു ഏറിയണേ. ഏതെങ്കിലും ഉമ്മ അങ്ങനെ ചെയ്യുമോ? ഇല്ല. 10 മാസം ബുദ്ധിമുട്ടിച്ചില്ലേ? പ്രസവ വേദനയാണ് ഏറ്റവും വലിയ വേദന എന്ന്. ആ വേദന സഹിച്ച് നമ്മൾ കാരണമാണ് ഉമ്മ വേദന സഹിക്കുന്നത്. മറ്റു കുറേ പ്രയാസങ്ങൾ സഹിച്ചു. പ്രസവിക്കുന്ന സമയത്ത് ആ വേദനയും സഹിച്ച് ഉമ്മാക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാത്രം കൊടുത്ത് ഭൂമിയിലേക്ക് വന്ന നമ്മളോട് ആ ഉമ്മ ചേർത്ത് പിടിച്ച് ചുടുചുംബനങ്ങൾ നൽകി എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് സന്തോഷത്തിൻ്റെ മുഖത്തോടു കൂടിയിട്ട് എൻ്റെ കുട്ടി ഇതാ എന്ന് പറയുന്ന ഉമ്മയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ഉമ്മാക്ക് നമ്മളെക്കുറിച്ച്, നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച്, പെരുമാറ്റത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചൊരു പേടി ഉണ്ടാവൂലേ? കാരണം അത്രയും പ്രയാസപ്പെട്ട് നോക്കി വളർത്തിയിട്ടുള്ള ഉമ്മാക്ക് നമ്മളെക്കുറിച്ച് ആദിയുണ്ട്. ഉമ്മ കുറേ ഉപദേശങ്ങൾ പറയുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഇറിറ്റേറ്റൊക്കെ തോന്നും.
എന്തൊരു ബുദ്ധിമുട്ടാണ്, വെറുപ്പിക്കലാണ്, ഇങ്ങനത്തെ പ്രയാസമൊക്കെ തോന്നിപ്പോവും. പക്ഷേ നമുക്ക് വേണ്ടിയിട്ടാണ് ആ ഉമ്മ നമ്മളെ ഉപദേശിക്കുന്നത്. ഉപ്പയും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പാൻ്റെ സ്നേഹം നമുക്ക് ഫീൽ ചെയ്തോളണമെന്നില്ല. വാപ്പ ചിലപ്പോൾ നല്ല ചൂടനായിരിക്കും അല്ലേ, ദേഷ്യം പിടിക്കുന്ന വാപ്പായിരിക്കും, എന്ത് പറഞ്ഞാലും ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളായിരിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത സ്നേഹത്തെ കൊണ്ട് നടക്കുന്ന ആളാണ് വാപ്പ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റിളല്ലാഹു ഫി റിളൽ വാലിദൈൻ സഖ്തല്ലാഹു ഫി സഖ്തൽ വാലിദൈൻ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച്. അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. ഉമ്മയും ഉപ്പയും എന്നെ കുറിച്ച് തൃപ്തി ഉണ്ട് എങ്കിൽ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ഇപ്പോഴത്തെ സ്വഭാവ പെരുമാറ്റം വെച്ച് ഉമ്മൻ്റെ അടുത്ത് ഉപ്പൻ്റെ അടുത്ത് നമുക്ക് എത്ര മാർക്കുണ്ട്? ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് ഉണ്ടാവും? നമ്മൾ ആലോചിച്ച് നോക്കണം, എത്ര മാർക്ക് ഉണ്ടാവും? ആ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉപ്പയും അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, സ്നേഹം എന്ന് പറയുന്ന ഒരു സംഗതി. ഒരിക്കൽ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് നേരം വൈകി പോവാണ്. ടൗണിൽ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാൻ പോയതാണ്. വാപ്പ കുറച്ച് ഭയങ്കര സ്ട്രോങ് ആണ്, കറങ്ങാൻ പോകുന്നൊന്നും വാപ്പാക്ക് ഇഷ്ടമില്ല. അങ്ങനെ ഉമ്മ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉമ്മാണ്. ഉമ്മാനെ സോപ്പ് ഇട്ടിട്ട് ഇവൻ എന്ത് ചെയ്തു, പുറത്ത് ടൗണിൽ കറങ്ങാൻ വേണ്ടിയിട്ട് പോയി. വരാമെന്ന് പറഞ്ഞ സമയമായിട്ട് എവിടേക്ക് വരുന്നില്ല, വീട്ടിലേക്ക് വരുന്നില്ല. അങ്ങനെ ഉമ്മ വിളിച്ചു, ചെറിയ സ്വിച്ച് ഫോണാണ്. ഉമ്മ വിളിച്ചു, എവിടെ എത്തി? ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ലേറ്റ് ആവും. എനിക്ക് ഉപ്പാൻ്റെ സ്വഭാവം അറിയില്ലേ, ഉപ്പ ദേഷ്യം പിടിക്കുന്ന ആളാണെന്നൊക്കെ അറിയില്ലേ. അപ്പനോട് ഇങ്ങനെ എങ്ങനെ പറഞ്ഞ് സോപ്പിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വാപ്പ വന്ന സമയമായിട്ടും ഈ മകനെ കാണുന്നില്ല. സ്വാഭാവികമായിട്ട് ഉപ്പാക്ക് ദേഷ്യം പിടിച്ചു. ഉപ്പ ഭയങ്കര ഷൗട്ട് ചെയ്ത് പറഞ്ഞു, അവനെങ്ങനെ വരട്ടെ, കാണിച്ചു കൊടുക്കുക, അവനോട് പറഞ്ഞിട്ടില്ലേ ഇന്നത്തെ കാലമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുറേ ഷൗട്ട് ചെയ്ത് പറഞ്ഞ് ഉപ്പ കുറച്ച് എന്ത് ചെയ്തു, കിടക്കാൻ വേണ്ടിയിട്ട് പോയി. എന്നിട്ടും അവൻ വന്നിട്ടില്ല. കുറേ സമയം കഴിഞ്ഞ് അവൻ വന്നു. അവൻ പുറത്ത് കിടന്നു, അതായത് വീട്ടിനകത്തേക്ക് കയറാതെ കൊലായിൽ കിടന്നുറങ്ങാണ്. അപ്പോഴാണ് 12-12:30 ആകുമ്പോൾ ഉമ്മയുടെ കോള്. മോനെ നീ എവിടെ, ഇത്ര നേരമായിട്ട് കാണുന്നില്ലല്ലോ. അപ്പോൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ പുറത്തുണ്ട്. ഉമ്മയും ഉപ്പയും ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കാത്തതാണ്, വിളിക്കാതിരുന്നതാണ്. ഞാൻ പുറത്ത് കിടന്നോളാം എന്ന് പറഞ്ഞപ്പോൾ വാപ്പ കാണാതെ അറിയാതെ ഉമ്മ ആ റൂമിൽ നിന്ന് പുറത്തു പോയിട്ട് വാതിൽ തുറന്നു കൊടുത്ത്. അങ്ങനെ ഈ മകൻ ഇങ്ങനെ കയറിപ്പോകുമ്പോൾ ഉപ്പാൻ്റെ ചെറിയ ശബ്ദം കേൾക്കാണ്. അവനെന്തെങ്കിലും കഴിച്ചോ എന്നുള്ളൊരു ചോദ്യം. ഒറ്റ ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അവനെന്തെങ്കിലും കഴിച്ചോ എന്നുള്ളൊരു ചോദ്യം മാത്രം ചോദിച്ചിങ്ങനെ പോവാണ്. ഈ ഉപ്പ ആദ്യം ദേഷ്യത്തിൻ്റെ സ്വരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, മോനോടല്ല, അങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കുക, അങ്ങനാക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ മകൻ നേരം വൈകി വന്ന സമയത്ത് അവനിങ്ങനെ നടന്നു പോകുമ്പോൾ അവനെന്തെങ്കിലും കഴിച്ചോ എന്നുള്ള ചോദ്യം ആ മകൻ്റെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള വല്ലാത്തൊരു മാറ്റമുണ്ട്. അതായത് പുറമേ എന്തൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഉപ്പയാണ് പരിചയപ്പെടുത്തിയത്. നമ്മുടെ ഉപ്പക്ക് അങ്ങനെയാണ്. നമ്മൾ പ്രയാസപ്പെട്ടവരുണ്ടോ? നമ്മളെ വാപ്പയും ഉമ്മയൊക്കെ പ്രയാസപ്പെട്ട പ്രയാസങ്ങൾ അറിയുമ്പോൾ നമുക്ക് അവരോട് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾക്ക് അനുഭവങ്ങൾ പറയാറുണ്ട്. ഞങ്ങളൊക്കെ പെരുന്നാളിന് വസ്ത്രം എടുക്കുമ്പോൾ പെരുന്നാളിൻ്റെ തലേന്നാകുന്ന സമയത്ത് വരെ പെരുന്നാൾ ഡ്രസ്സ് ഉണ്ടാവുമോ എന്ന് ഉറപ്പുണ്ടാവില്ല. ഉമ്മൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇക്കൊല്ലം പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഉണ്ടാവുമെന്ന് ഉറപ്പ്. ഇപ്പോഴല്ല കേട്ടോ, മുമ്പ് ചെറുതാകുമ്പോൾ. ഈ വർഷം പെരുന്നാളിൻ്റെ വസ്ത്രം ഉണ്ടാവുമോ എന്ന് ഉറപ്പില്ല കേട്ടോ. കാരണം ഉപ്പാൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് ഉപ്പ പറയാതെ തന്നെ വായിച്ചറിയാൻ പറ്റിയിരുന്നു. ചെരുപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. എങ്കിലൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ ചിലപ്പോൾ വസ്ത്രം കിട്ടും. അപ്പോൾ ചിലതൊക്കെ നമ്മുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് അവർ പ്രയാസപ്പെടുന്നതും അവർ സഹിച്ചിട്ടുള്ള വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടറിയുമ്പോൾ ഉപ്പ ഇങ്ങനെ എപ്പോഴും ഉപദേശിക്കുമ്പോൾ ആ ഉപദേശം ബോറായിട്ട് തോന്നൂല. കാരണം ഉപദേശിക്കാൻ അർഹതയുള്ള വ്യക്തിയാണല്ലോ എന്നെ ഉപദേശിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാങ്ങിത്തന്ന, എനിക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ സാധ്യമാക്കി തന്ന, വസ്ത്രം വാങ്ങിത്തരുന്ന, എല്ലാ കാര്യങ്ങളും നേടിത്തരുന്നൊരു എൻ്റെ രക്ഷിതാവിന്, എൻ്റെ ഉപ്പക്ക്, എൻ്റെ ഉമ്മക്ക് എന്നെ ഉപദേശിക്കാൻ കഴിയൂല എന്നോ അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ. അവിടെയാണ് ഉപ്പാനോട് ഉമ്മാനുള്ള സ്നേഹമാണ്. അതിന് ഉപ്പയും ഉമ്മയും പ്രയാസപ്പെട്ട പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പ്രിയപ്പെട്ടവർ നമ്മൾ അറിയണം. ഉമ്മാനോട് ഉപ്പാനോടൊക്കെ ചോദിച്ചു നോക്കുക. ഈ നിങ്ങളൊക്കെ ചെറുപ്പകാലത്ത് നല്ല ഫുഡൊക്കെ കിട്ടിയതിനോട് ഉമ്മാനോട് വെറുതെ ചോദിച്ചു നോക്കണം. തമാശക്ക് നല്ല വസ്ത്രം തരും. ഞാൻ ഇപ്പം എന്നിട്ട പോലെ നിങ്ങളൊക്കെ എന്നിട്ട പോലെ വസ്ത്രമൊക്കെ ഉപ്പ അങ്ങ് കിട്ടിയിരുന്നോ, ചെരുപ്പൊക്കെ കിട്ടിയിരുന്നോ? അത് വെറുതെ തമാശക്കിന് ഇരിക്കുന്ന സമയത്തൊന്നും ചോദിച്ചു നോക്ക്. ഉമ്മയും ഉപ്പയൊക്കെ പറയും ഇല്ല. ഇന്ന് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും, പക്ഷേ ചെറുപ്പകാലത്ത് കിട്ടിയിട്ടില്ല. ഇങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതിജീവിച്ച് വന്ന ആ ഉമ്മയും ഉപ്പയും തൻ്റെ മക്കളെ ഈ പ്രയാസത്തിലേക്കോ പ്രശ്നത്തിലേക്കോ ഒന്നും ഇട്ടില്ലല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിത്തരുന്ന, വാങ്ങിത്തരുന്ന ഒരു ഉപ്പയും ഉമ്മയും ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നോക്ക് നിങ്ങൾ, ഖുർആൻ അങ്ങനെ പറഞ്ഞല്ലേ, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന.
അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ മാതാപിതാക്കളെ വാർദ്ധക്യത്തിലാകുന്ന സമയത്ത് അവർ രണ്ടുപേരും അല്ലേ, അവരോട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സംസാരവും പ്രവർത്തനവും ഒക്കെ കൊണ്ടുപോകണം. എന്നിട്ട് ഖുർആൻ അവിടെ ഒരു പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉഫ് എന്ന് പറയുന്ന പ്രയോഗം പോലും പാടില്ല, ആ ഒരു പദം പോലും പ്രയോഗിക്കാൻ പാടില്ല. എന്ത് ഉഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം പറയും ഛേ എന്നൊക്കെ പറഞ്ഞ ഒരു ഇറിറ്റേഷൻ്റെ വാക്കുകൾ ഉണ്ടാവും അല്ലേ. ഉമ്മ അങ്ങനെ എന്തെങ്കിലും ഉപദേശം പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ, ഉപ്പന്തേ പറയുമ്പോൾ ഇങ്ങനത്തെ കുറേ എക്സ്പ്രഷനൊക്കെ ഉണ്ടാവില്ലേ. ഇങ്ങനത്തെ വാക്കും കളികളും പോലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ഉപ്പയോടും ഉമ്മനോടും പോലും ചെയ്യാൻ പാടില്ല എന്ന്. അത്രയേറെ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ പാരൻസിനുള്ള റെസ്പെക്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിച്ചിരുന്നു. കാരണം നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളാണ് അവർ എന്നുള്ളതുകൊണ്ട്. സൂര്യകൃഷ്ണമൂർത്തിയുടെ മുറിവുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ടോ? അതിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വേർപാടിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളിങ്ങനെ വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ ഉപ്പയും ഉമ്മയും ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കും. നിങ്ങൾ ചെറുതാകുമ്പോൾ തന്നെ സ്കൂൾ വിട്ടു പോകുമ്പോൾ, സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ ഉമ്മ എന്നുള്ളൊരു വിളിയാണ് ഉണ്ടാവുക. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവും അല്ലേ. ഉമ്മാനെ കണ്ടില്ലെങ്കിൽ വല്ലാത്ത ചെറുപ്പത്തിലുണ്ടാവും. സ്കൂൾ വിട്ട് വന്ന് ഉമ്മ എന്ന് വിളിക്കും, ഉമ്മാനെ അടുക്കളയിലും എല്ലാ സ്ഥലത്തും പോയി എവിടെയും കണ്ടിട്ടില്ലെങ്കിൽ ചെറിയ കുട്ടികൾ കരയുന്നത് കാണാൻ പറ്റും. അത് നമ്മളൊക്കെ അങ്ങനെ തന്നെ. നമുക്ക് നമ്മുടെ ഉപ്പാനെ കാണുമ്പോൾ, ജോലി കഴിഞ്ഞ് വരുന്ന ഉപ്പാനെ കാണുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു സന്തോഷം. ഇപ്പോഴല്ല, ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകളുണ്ട്, ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കാൻ ആളുകളുണ്ട് അല്ലേ. നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ഓടി വരാനുള്ള കുറേ സൗഹൃദങ്ങൾ, ഫ്രണ്ട്സുകൾ നമുക്ക് ഉണ്ടായതുകൊണ്ട് ഉപ്പയും ഉമ്മയൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു വൈബിനനുസരിച്ച് ആളായിട്ട് മാറുന്നില്ല. നമ്മളൊരു ട്രെൻഡിനനുസരിച്ച് നമ്മുടെ ഉപ്പയും ഉമ്മയും വളരാത്തത് കൊണ്ട് അവരോടെല്ലാം പറയുന്നൊരവസ്ഥ ഇന്നില്ല. പക്ഷെ ചെറുതാകുമ്പോൾ എല്ലാത്തിനും ഉപ്പയും ഉമ്മയും വളരുന്നു. ഉപ്പ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കൂടെ പോകുന്ന ഞാൻ, ഉമ്മ ഇറങ്ങുമ്പോൾ മാറ്റി ഇറങ്ങുന്ന ഞാനായിട്ട് ഞാനും മാറിയിരുന്നു ചെറുതാകുമ്പോൾ. അവിടെയാണ് സൂര്യകൃഷ്ണമൂർത്തിയുടെ മുറിവുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വേർപാട്. അദ്ദേഹം ഒരു നാടകൃത്താണ്. അദ്ദേഹം നാടകം കഴിഞ്ഞ് വരുന്ന സമയത്ത് വീട്ടിൽ വിളിച്ചൊന്നുമില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ അയൽവാസി പറയാണ്, അച്ഛൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഇട്ട ചെരുപ്പിൽ, കിട്ടിയ ചെരുപ്പ് ഇട്ട് അദ്ദേഹം ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അദ്ദേഹം ഇട്ടിട്ടുള്ള ചെരുപ്പ് അങ്ങോട്ട് മാറിയിട്ടുണ്ട് എന്നാണ്. ഇടത്തെ കാലിൻ്റെ വലത്തേ കാലിനും വലത്തേ കാലിൻ്റെ ഇടത്തേ കാലിനും ഇട്ടിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അവിടെ എത്തിയിട്ടില്ല. കാരണം അച്ഛന് സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഓടിയതാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ICUയിലാണ് അച്ഛനുള്ളത്. പുറത്ത് അമ്മ ഇങ്ങനെ ഒരു പ്രതിമയെ പോലെ ഇങ്ങനെ നിശ്ചലമായിട്ടില്ലേ അനങ്ങാതെ നിൽക്കുന്ന അമ്മയുണ്ട്. അങ്ങനെ അച്ഛൻ്റെ റൂമിൽ, അച്ഛൻ്റെ അകത്തേക്ക് കയറി അച്ഛനിങ്ങനെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അച്ഛൻ എന്തൊക്കെയോ പറയണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, പറയാൻ പറ്റുന്നില്ല. അച്ഛനെൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. ഞാൻ എൻ്റെ അമ്മയെ നോക്കി, അമ്മ അങ്ങനെ നിശ്ചലമായി നിൽക്കുകയാണ്. അമ്മയെ കൂടെ കരയിപ്പിക്കണം, കാരണം അമ്മ കൂടെ നഷ്ടപ്പെട്ടാൽ എനിക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയാണ്, അച്ഛന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നിട്ട് അച്ഛൻ നൽകിയിട്ടുള്ള ആ ഒരു മഹത്തായിട്ടുള്ള നിമിഷത്തെക്കുറിച്ച് ഓർത്തെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ആ പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ നാടകത്തിന് പോകുമ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് ചോദിക്കുമായിരുന്നു, ആർ യു കോൺഫിഡൻറ്റ്? നീ ഇതിന് ആത്മവിശ്വാസമുള്ളവനാണ്? നീ അവതരിപ്പിക്കാൻ പോണ ആത്മവിശ്വാസമുള്ളവനാണ്? കാലങ്ങൾ കുറേ ഞാൻ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു നാടകം കാണാൻ പോലും അച്ഛൻ വന്നിട്ടില്ല. അതിൻ്റെ കാരണം ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞത്, അച്ഛൻ മുന്നിലിരിക്കുമ്പോൾ നിനക്ക് തെറ്റിപ്പോകുമോ എന്നുള്ള പേടി കാരണമാണ് അച്ഛൻ വരാതിരുന്നത്. എപ്പം പോകുമ്പോഴും നീ ആത്മവിശ്വാസമുള്ളവനാണോ? പ്രോഗ്രാം കഴിഞ്ഞു വന്നാൽ എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം എന്ന് ചോദിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇനി എൻ്റെ പരിപാടി കഴിഞ്ഞു വരുമ്പോൾ ആത്മവിശ്വാസമുള്ളവനാണോ എന്ന് ചോദിക്കാനും എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി എന്ന് ചോദിക്കുവാനും എനിക്കാരുമില്ലാതെയായി. അതായത് എൻ്റെ മുമ്പിൽ ശൂന്യം മാത്രമാണ്, ഒരു ഇരുട്ടു മാത്രമാണ്. ആലോചിക്കുക, നമ്മുടെ ഉപ്പയും ഉമ്മയും കൊണ്ട് പോയാണ്ടല്ലോ, നമ്മളെത്ര ബെസ്റ്റ് ഫ്രണ്ട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും നമുക്കെല്ലാം തുറന്നു പറയാൻ പറ്റുന്നൊരു സ്പേസ് നഷ്ടപ്പെട്ടു. ചില കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ ഉമ്മാക്കുപ്പാക്കേ പറ്റുള്ളൂ. നമ്മളിങ്ങനെ സ്കൂൾ വിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന മുഖം നോക്കിയിട്ട് ഉമ്മ പറയും, ഇന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയും. നമ്മുടെ മുഖത്ത് ഒരു പനിയോ വേറെന്തെങ്കിലും അസുഖം ഉണ്ടാകുമ്പോൾ ആ ഉമ്മ പറയും, ഇന്ന് തീരെ വെയ്യല്ലോ എന്ന് കൈവച്ചിട്ട് സ്പർശിക്കുന്ന ഉമ്മയെ കേൾക്കണം. നമ്മുടെ മുഖം ഒന്ന് വാടിയാൽ ആ ഉമ്മാക്കും ഉപ്പാക്കും മനസ്സിലാവും, ഇത് എന്ത് ചങ്ക് എന്ന് പറയുന്ന, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഇങ്ങനെ വായിച്ചെടുക്കാൻ പറ്റൂല. കാരണം അത് ഉമ്മാക്ക് അള്ള കൊടുക്കുന്ന വല്ലാത്തൊരു റഹ്മത്താണ്. നമ്മുടെ പാരൻസിന് കൊടുക്കുന്ന അങ്ങനെയാണ്.
അല്ലേ? ചില കാര്യങ്ങളൊക്കെ ആദ്യം പറയും വാങ്ങി തരൂലാന്ന്, പക്ഷേ ആ സമയത്ത് ടൂറൊക്കെ പോകണ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും അല്ലേ? ഞങ്ങളൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ ഇല്ല ടൂറൊന്നും പോകേണ്ട, പൈസ ഇല്ല എന്ന് പറഞ്ഞ് ആ ടൂറിൻ്റെ തലേന്നാകുമ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ പൈസ ചുരുട്ടി വരുന്ന വാപ്പുണ്ടാവും, അല്ലെങ്കിൽ ആ സമയത്ത് തരുന്ന ഉപ്പയുമ്മയുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചിരും. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്ക് ഉമ്മാക്കും ഉപ്പാക്കും ആഗ്രഹമില്ല, പക്ഷെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പോകണം എന്നാണ് എന്ത് ചെയ്യുന്നത് വാപ്പാക്കും ഉമ്മാക്കും ഉള്ള ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനയിൽ ഒരു സ്പേസ് ഉപ്പാക്കും ഉമ്മാക്കും കൊടുക്കാൻ പറ്റും നമുക്ക്. നമ്മളെന്താ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കൽ? നമ്മളൊരു വഹ്ഫിൽ ഹുമാ ജനാഹദ്ദുൽ മിനർ റഹ്മ വഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്നുള്ള പ്രാർത്ഥനയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ വാപ്പ കഷ്ടപ്പെടുന്നതും ഉമ്മ കഷ്ടപ്പെടുന്ന പ്രയാസങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? നമ്മൾ സ്കെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കലുണ്ടോ? ആലോചിച്ചൊക്കെ സ്കെച്ച് കഴിഞ്ഞാൽ തന്നെ അല്ലേ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് നീണിച്ചു പോകും. എൻ്റെ ഉപ്പാനും ഉമ്മാനും ഓർത്ത് കരയുന്ന കണ്ണുകൾ ഉണ്ടോ? എൻ്റെ വാപ്പ ഉമ്മയൊക്കെ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് ഓർത്തിട്ട് അല്ലാഹുവേ എൻ്റെ ഉപ്പാക്ക് നീ സന്തോഷം കൊടുക്കണേ, സമാധാനം കൊടുക്കണേ അല്ലേ, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അങ്ങനെ ഡീറ്റെയിലായി എക്സ്പ്ലെയിൻ ചെയ്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമുക്കെവിടെ സമയം? നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണുന്നല്ലേ, ട്രെൻഡിങ് ഏതാണോ അതിൻ്റെ പിന്നാലെ പോകുന്ന, എന്താണോ എന്നറിയാതെ എൻ്റെ പിന്നാലെ പോകുന്ന മനുഷ്യനായിട്ട് നമ്മൾ മാറും. അതാണ് ഉമ്മനോടും ഉപ്പനോടുള്ള കാര്യങ്ങൾ. കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട സംഗതികളാണ്. ഉമ്മാനോട് ഉപ്പാനോടുള്ള റെസ്പെക്റ്റ് പ്രിയപ്പെട്ടവർ എപ്പോഴും വേണം. ദേഷ്യം പിടിക്കാതെ അവരെ ഹെൽപ്പ് ചെയ്യാൻ, അവരുടെ പ്രയാസങ്ങളെ അവർ പറയാതെ തന്നെ അറിയാൻ, അവർ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ചോദിച്ചു മനസ്സിലാക്കാൻ, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാൻ. എൻ്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ? എൻ്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഇഷ്ടമില്ലാത്ത ഭക്ഷണം ഏതാണ്? എൻ്റെ ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ്? നമുക്കറിയാൻ പറ്റണം. നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒക്കെ അറിയാം അല്ലേ, വേറെ എല്ലാവരും അറിയാം. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒരു നല്ല ഓർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അറിയുന്നില്ല, ഭയങ്കര അപകടമല്ലേ? വാപ്പാനോട് ഉമ്മാനോട് ഫ്രണ്ട്സിനോട് 2 മണിക്കൂറൊക്കെ സംസാരിക്കും, ഉപ്പാനോട് ഉമ്മാനോട് 5 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യും നമ്മുടെ ഉപ്പാനും ഉമ്മനെ അകറ്റി നിർത്തുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം വേണ്ടി വരുന്ന രണ്ടാളായിട്ട് വലുതാകുമ്പോൾ കേട്ടോ, ചെറുതാകുമ്പോഴല്ല, വലുതാകുമ്പോൾ ഉപ്പയും ഉമ്മയും എന്ത് ചെയ്യാണ്ട് മെല്ലെ മാറുന്നുണ്ട്. അത് ഉണ്ടാകാൻ പാടില്ല. നമുക്ക് എന്തു പറ്റിയാലും ഏത് നിമിഷത്തിലും ഓടി വരാൻ പറ്റുന്ന രണ്ടാളുകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മയും ഉപ്പയും മാത്രം. നമ്മുടെ മനസ്സിൽ വേണം. രണ്ടാമത്തത് റിലേഷൻഷിപ്പിലെ സൗഹൃദം എന്ന് പറയുന്ന സംഗതി, നമ്മൾ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന സംഗതി. നോക്ക്, നമ്മളൊരു സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത്, ഒരു UP ഒക്കെ എത്തുന്ന സമയത്താണ് ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാം. പിന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിക്ക് എത്തുമ്പോൾ ഫ്രണ്ട്സ് മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യും എത്തും അല്ലേ? ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ചെറുപ്പത്തിൽ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും കൂടെ പോകും, പിന്നെ പാപ്പയമ്മയാണ് ഡ്രസ്സ് എടുക്കാൻ വരിക, പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കും ഡ്രസ്സ് എടുക്കാൻ വരിക. എല്ലാത്തിനും പിന്നെ ഫ്രണ്ട്സ് ആയിരിക്കും. യാത്രകൾക്ക് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ ഒക്കെ ടൂർ പോയി പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും ടൂറൊക്കെ. അതങ്ങനെ തന്നെ വരുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അതിന് കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തത് സൗഹൃദങ്ങളിൽ അല്ലാഹുവിനെ ഓർക്കുന്ന സുഹൃത്തിനെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഞാൻ 2-3 ചോദ്യം ചോദിക്കുകയാണ്. ഒന്നാമത്തത്, ഇപ്പോഴത്തെ സൗഹൃദത്തിൽ നിങ്ങൾ ഹാപ്പിയാണോ അല്ലേ? ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിലെ സ്കൂളിലാവാം, ഇവിടെ ഇരിക്കുന്നതാവാം, എവിടെ ആണെങ്കിലും നിങ്ങളിപ്പം നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അല്ലേ, അതിൽ നിങ്ങൾ ഹാപ്പിയാണോ അല്ലേ നമ്മൾ ആലോചിച്ചു. രണ്ടാമത്തെ ചോദ്യം, അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന എത്ര സൗഹൃദങ്ങൾ നമുക്കുണ്ട് അല്ലേ? ഒരു സുഹൃത്ത് എപ്പോഴും അല്ലേ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, നല്ല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്ന സുഹൃത്തുക്കൾ എത്ര ആളുകളുണ്ട്? ഇല്ല. ഇതിനൊക്കെ മറുവശം കൂടി ഉണ്ടോ? നമ്മൾ അങ്ങനെ ആണോ എന്നും കൂടി ചോദിക്കണം കേട്ടോ. നമ്മൾ വേറൊരാൾക്കുള്ള സുഹൃത്തായിരിക്കുമല്ലോ, നമ്മളെങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ആലോചിക്കുക. രണ്ടാമത്തത്, സുന്നത്തുകളെ ഓർമ്മപ്പെടുത്തുന്ന സുഹൃത്തുക്കൾ ഉണ്ടോ ഇല്ലേ? അതായത് ഉദാഹരണം ഇപ്പോൾ സലാം പറയാതെ ഒന്ന് ഹായ് എന്നൊക്കെ വിളിച്ചു വന്നു അല്ലേ, അസ്സലാം അലൈക്കും ഒന്ന് പറയും അല്ലേ, പള്ളിയിലേക്ക് കയറുമ്പോൾ അല്ലേ നീ അല്ലേ പ്രാർത്ഥിച്ചോ ഒന്നെടുത്ത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സുന്നത്തായിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ആളുകളായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടോ ഇല്ലേ? എന്തിനാ പറയണമെന്നറിയോ? നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ പിന്നെയല്ലേ നമ്മൾ നന്മയിൽ നിന്ന് ഒളിച്ചൂടെ ചെയ്യുക. അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ പയഞ്ചൻ ആളുകൾ എന്താ വിചാരിക്കുക, ഒരു ദീനിയാണെന്നൊക്കെ വിചാരിക്കോ, മോശം വിചാരിച്ച് നമ്മളിങ്ങനെ എല്ലാത്തൊന്നും ഒഴിഞ്ഞു മാറുന്ന ആളുകളായിട്ട് മാറുകയാണ്. അതുണ്ടാകാൻ പാടില്ല. അപ്പം അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന സൗഹൃദങ്ങൾ വേണം. അതിൽ ഏറ്റവും പ്രധാനം എന്താ അറിയോ? നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിൽ പഠിച്ച് അങ്ങനത്തെ ഒക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. അതിൻ്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിനെ നമുക്ക് സുഹൃത്തായിട്ട് കാണാൻ പറ്റും. അള്ളാഹിനെ നിങ്ങൾ സുഹൃത്തായിട്ട് എപ്പോഴെങ്കിലും കണ്ടിടണം?
നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് പടച്ചോ നിങ്ങൾ കണ്ടിടണം. ഭയങ്കര രസമായിരിക്കും. നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ടിനോട് നമ്മൾ എന്തൊക്കെ സംസാരിക്കില്ലേ, കുറേ കാര്യങ്ങൾ സംസാരിക്കും. എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇത് അള്ളയായിട്ട് നമുക്ക് കാണാൻ പറ്റുമ്പം അള്ളാഹുവിനോട് നമ്മളെല്ലാം പറയും. ആലോചിച്ച് നോക്ക്, നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടിനോട് സംസാരിക്കുന്ന എത്ര സമയം അതേ സമയമാണോ നമ്മൾ അള്ളാഹിനോട് സംസാരിക്കുന്ന സമയമുള്ളത്? പ്രാർത്ഥന എത്ര സമയം ഉണ്ടാവും? കുറച്ച് സമയം ഉണ്ടാവും അല്ലേ? അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എടുത്തു നോക്കിയാൽ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ലേ പറയാം. നമുക്കുണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന എത്ര ആൾക്കാരുണ്ട്? സന്തോഷങ്ങൾ പഠിച്ചവനോട് പറയുന്ന എത്ര ആൾക്കാരുണ്ട്? സങ്കടങ്ങൾ അതേപോലെ ഫീൽ അള്ളാഹിനോട് പറയുന്ന എത്ര ആൾക്കാരുണ്ട്? നമ്മളൊരു ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന അതേപോലെ രസകരമായിട്ട് അള്ളാഹിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റണം. അതിനാണ് അള്ളാഹ് പഠിപ്പിച്ചത്. എന്നൊക്കെ പഠിപ്പിച്ചത് നമുക്ക് അള്ളാഹ് സമീപസ്ഥനാണെന്ന്. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അതേപോലെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരാളായിട്ടാണ് അള്ളാഹിനെ പരിചയപ്പെടുത്തിയിരുന്നത്. എല്ലാം പറയാവുന്ന തെറ്റി അതിന് അള്ളാഹിനെ അറിയണം കേട്ടോ. നിങ്ങൾ വേണ്ടാത്ത കുറേ കാഴ്ചകൾ കണ്ടിട്ടും ആ കണ്ണിൻ്റെ കാഴ്ചയെ നഷ്ടപ്പെടുത്താത്ത പടച്ചോൻ, വേണ്ടാത്ത ഒരുപാട് ശബ്ദങ്ങൾ കേട്ടിട്ടും വാക്കുകൾ കേട്ടിട്ടും ആ കേൾവി ശക്തിയെ ഇപ്പോഴും നിലനിർത്തിത്തരുന്ന പടച്ചോൻ, വേണ്ടാത്ത കുറേ ചിന്തകൾ ചിന്തിച്ചു കൂട്ടിയിട്ടും ആ ചിന്തകൾക്ക് ഇപ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ ഭംഗിയായിട്ട് ചിന്തിക്കാൻ ശക്തി നൽകിയിട്ടുള്ള പടച്ചോൻ. ആ പടച്ചോൻ തുറന്നു വെക്കുന്നത് തൗബയുടെ വാതിലുകളാണ്. എത്ര തെറ്റ് ചെയ്താലും ശരി വീണ്ടും നന്നാവാനുള്ള അവസരങ്ങൾ ചെയ്തു തരുന്നൊരു പടച്ചോൻ. അത്രയും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലാതെ പിന്നെ ആരാ നമുക്ക് ഉണ്ടാവാം? പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു? അള്ളാഹിനോട് സംസാരിക്കൊന്നുമില്ല, അള്ളാഹിനോട് നമ്മളൊന്നും പറയൂല. അള്ളാഹിനോട് നമ്മൾ ആഗ്രഹങ്ങൾ മാത്രം, അത് കിട്ടിയില്ല, അത് കിട്ടിയില്ല, അത് കിട്ടണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ആഗ്രഹങ്ങൾ മാത്രം പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ലൈഫിലുള്ള കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് നിങ്ങൾ ഇറാനെ സൗർ ഗുഹയിൽ കുടുങ്ങിയിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു, അവിടെ അബൂബക്കർ റളിയല്ലാഹു ഇങ്ങനെ പേടിച്ച് വിറച്ചിക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു വചനമുണ്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നീ പേടിക്കേണ്ട അബൂബക്കർ, അള്ളാഹ് കൂടെ ഉണ്ട് എന്ന്. നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ പറയില്ലേ, അവിടെ എൻ്റെ കൂടെ ഞാൻ ഉണ്ടടാന്ന് പറയില്ലേ. അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റൊരുത്തന് അപകടം പറ്റിയപ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ക്ലാസ്സിലൊക്കെ പഠിച്ചു 10ാം ക്ലാസ് കഴിഞ്ഞ ആൾക്കാരുണ്ട് അവിടെ. 10ാം ക്ലാസ് കഴിഞ്ഞൊന്ന് കൈ വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞ ആൾക്കാരൊന്ന് കൈ വെച്ചാൽ, +2 കഴിഞ്ഞ ആൾക്കാരൊന്ന് കൈ വെച്ചാൽ. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ കൂടുതൽ ആൾക്കാരും. 10ാം ക്ലാസ്സിൽ നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന പറയും, നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്കൊക്കെ കൂടണം അല്ലേ, കുറേ ക്യാമ്പുകൾ വെക്കണം, അല്ലെങ്കിൽ യാത്രകളൊക്കെ വെക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ +2ലേക്ക് എല്ലാവർക്കും ഒരേ സ്കൂളിൽ നിന്ന് അഡ്മിഷൻ കിട്ടൂല. കിട്ടുമോ? ഓരോരുത്തർ ഓരോ അലോട്ട്മെൻറ്റിൽ ഓരോ സ്ഥലത്തായിരിക്കും പോവുക. രണ്ടാമത്തത് ഡിഗ്രിക്ക് കഴിഞ്ഞാലും ഇതേ വാക്കുകൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളല്ലേ +2ൽ ഭയങ്കര ഫ്രണ്ട്സാണ്, ഇത്രയും നല്ല ഫ്രണ്ട്സിനൊന്നും കിട്ടിയില്ല. ഏറ്റവും വലിയ ബിഡൽ പുസ്തകം എന്ന് പറഞ്ഞാൽ ഓട്ടോഗ്രാഫ് പുസ്തകമാണ്. ഓട്ടോഗ്രാഫ് പുസ്തകം ഉണ്ട് നിങ്ങൾ? ഇപ്പോൾ വാട്സപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഓട്ടോഗ്രാഫ് ഒന്നുമില്ല. പണ്ട് ഓട്ടോഗ്രാഫിൻ്റെ പുസ്തകമൊക്കെ ഉണ്ട്, അതിൽ കുറേ ബിഡലുകൾ ഉണ്ടാവും അല്ലേ. നിന്നെ ഞാൻ ഒരിക്കലും മറക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവനെ ഒരിക്കലും ഓർത്തിട്ട് തന്നെ ഉണ്ടാവില്ല, കണ്ടാലും കൂടി ചിരിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ. അങ്ങനത്തെ കുറേ സംഗതികളുണ്ട്, മനസ്സിൽ സ്ട്രൈക്ക് ആയിട്ടുള്ള സംഗതിയുണ്ട്. എങ്ങനെന്നോ പാറി വന്ന അപ്പൂപ്പൻ താടിയെ പോലെ നമ്മൾ ഒരുമിച്ച് പിരിയാൻ സമയമായി, നമുക്ക് പിരിയാം, ബൈ ബൈ എന്നൊക്കെ പറയാം. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടാവും, പണ്ട് വായിച്ചു വെച്ച സാധനങ്ങളാണ്. ഇങ്ങനത്തെ കുറേ ഉണ്ടാവും. കൂടി ചിരിക്കൂല, ഹായ് ഇട്ടാലും അല്ലേ. ഈദ് മുബാറക്കിന് മാത്രം ഓരോ പെരുന്നാളാവുന്ന സമയത്ത് ഈദ് മുബാറക്ക് മാത്രം പോകുന്നുണ്ടാവും, പിന്നെ അടുത്ത ചെറിയനാൾ ഈദ് മുബാറക്കിന്. പണ്ട് നന്നായിട്ട് ഇരുന്ന് സംസാരിച്ച 2 ആൾക്കാരായിരിക്കും, പക്ഷെ പെരുന്നാളിൻ്റെ ഈദ് മുബാറക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റാറ്റസ് കാണുമ്പോൾ ലൈക്കോ റിപ്ലൈ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടിയിട്ടുള്ള കുറേ സൗഹൃദങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാവും. ഞാൻ പറഞ്ഞത് സൗഹൃദങ്ങൾക്ക് പരിധിയും പരിമിതിയും ഉണ്ട്. 10ാം ക്ലാസ്സിൽ നന്നായിട്ട് കളിച്ച് ചിരിച്ച് നടന്ന ആളുകൾ പിന്നെ +2 എത്തുന്ന സമയത്ത് ഇത് വിട്ടുപോവാണ്. +2ൽ നന്നായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, കമ്പൈൻ സ്റ്റഡി എടുത്ത് വീട്ടിലൊക്കെ പോയി നന്നായിരുന്നു പഠിച്ച ആളുകൾ +2 കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ ഈ ബന്ധം മെല്ലെ മെല്ലെ പോവും. അറിഞ്ഞുകൊണ്ട് പോകണമല്ല, അറിയാതെ തന്നെ വിച്ഛേദിക്കപ്പെടും. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യാത്രകളായിട്ടോ അല്ലേ, വിദേശത്ത് ജോലിക്ക് പോയിട്ടോ പഠിക്കാൻ പോയിട്ടോ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളൊക്കെ പോവും. എൻ്റെ വല്യമ്മക്ക് ഇങ്ങനെ കൊലായിലിരിക്കുന്ന സമയത്തിൽ ഉമ്മറത്തിങ്ങനെ ഇരുന്നിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്, ആയ കാലത്തും വല്യമ്മക്കൊക്കെ എന്തോ ഒരു സുഹൃത്തുക്കളുണ്ടാവും, ഇപ്പം ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ചില സ്ഥലത്ത് ഒറ്റപ്പെട്ടിരിക്കേണ്ട കുറച്ചില്ലേ, കുറച്ചും കൂടിയൊക്കെ സമയം കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടിരിക്കുന്ന കുറേ സമയങ്ങൾ നമുക്ക് വരാനുണ്ട്. നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളൊക്കെ നിന്നു,
ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ആളുകളൊക്കെ പോകും. അവിടെ ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരു സുഹൃത്ത് അള്ളാഹ്. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ കൂട്ടുകാരനോട് ഒരു സങ്കടവും ഇല്ലാതെ പറയാൻ പറ്റും, പടച്ചോനെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുള്ളൂ, വേണ്ടാത്തൊരു കാര്യത്തിലേക്ക് ഞാൻ പോയിട്ടില്ല, അല്ലേ, വേണ്ടാത്തൊരു സൗഹൃദത്തിലേക്ക് പോയിട്ടില്ല, വേണ്ടാത്തൊരു ബന്ധങ്ങളിലേക്ക് പോയിട്ടില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് അള്ളാഹിനെ മുൻനിർത്തിയിട്ട് പറയാൻ പറ്റും. അതാണ് അള്ളാഹുവിന് സുഹൃത്താക്കുക എന്ന് പറയുന്നത്. രണ്ടാമത്തെ, നമ്മുടെ സൗഹൃദങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്തിനാണ് ജീവിക്കുന്നത് അറിയാതെ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പം ട്രെൻഡിനനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക, അല്ലേ. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡ് ആയിക്കണം എന്താ, ചില പാട്ടുണ്ട് അല്ലേ, ആ പാട്ട്. അപ്പോൾ ആ ഒരു പാട്ട് ഇറങ്ങിയാൽ അതും എല്ലാം റീൽ ചെയ്യുക, അത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും സ്റ്റാറ്റസും കാണുക, സ്റ്റോറി കാണുക, അങ്ങനെ ഉണ്ട് പോവുക. എന്താണോ ട്രെൻഡായിട്ട് നിൽക്കുന്നത് ആ ട്രെൻഡിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവുക. ആ ട്രെൻഡിൻ്റെ പിന്നാലെ പോയാൽ എന്താ കിട്ടുക, ഞാൻ സ്റ്റാറ്റസ് ഇട്ടാൽ എന്താ കിട്ടുക, ഞാനിങ്ങനെ എല്ലാ സ്റ്റാറ്റസ് കണ്ടാൽ എനിക്ക് എന്താ കിട്ടുക, സ്റ്റോറി കണ്ടാൽ എന്താ കിട്ടുക. ഉദാഹരണം പറയാണ്, പെരുന്നാളിൻ്റെ രാവിലെ അന്ന് എല്ലാവരും ഈദ് മുബാറക്ക് ഇടുക, എല്ലാവരും സ്റ്റോറി നമ്മൾ കാണണോ, എല്ലാവരും സ്റ്റോറി ഈദ് മുബാറക്ക് ആയിരിക്കും, നമ്മളിങ്ങനെ ഇരുന്ന് കാണും, ഇങ്ങനെ ഈദ് മുബാറക്ക് നല്ല നല്ല ഇങ്ങനല്ലേ. അതായത് നമ്മൾ എന്തിനാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്ന് നമ്മളറിയാതെ അതൊക്കെ വൈബ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവാണ്. ഇതൊക്കെ രസം, ഇതൊക്കെ എൻജോയ്മെൻ്റ് അല്ലേ. അങ്ങനെ ഇങ്ങനെ ഒരു എന്തോ ഒരു ഹവയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സൗഹൃദങ്ങൾ നോക്കൂ നിങ്ങൾ. സ്ട്രേഞ്ചേഴ്സ് ടൂർ അല്ലേ, അപരിചിതരൊപ്പം യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വരിക, അപരിചിതരൊപ്പം യാത്ര ചെയ്യാം, അതൊരു രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിന് പോവാം. പരിചയമുള്ളവർ തന്നെ വേറെ, പരിചയമില്ലാത്തല്ലേ, അങ്ങനെ എന്താണ് എന്നറിയാതെ നമ്മൾ ലൈഫിൽ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനെങ്ങനെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ദൂഷ്യവശങ്ങൾ മെറിറ്റും ഡീമെറിറ്റും നോക്കാതെ ഇങ്ങനെ സ്വീകരിച്ച് കുറേ അപകടങ്ങളിൽ പോയി ചാടുന്ന മനുഷ്യനായിട്ട് നമ്മൾ മാറാണ്. സോഷ്യൽ മീഡിയയുടെ അടിമപ്പെട്ടു പോകുന്ന മനുഷ്യനായിട്ട് നമ്മൾ മാറാണ്. നോക്ക് നിങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് സംസാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് ഓൺലൈനിലുള്ള കുറേ ആളുകളോട് നമ്മൾ സംസാരിക്കാം. നമ്മുടെ സൗഹൃദങ്ങൾക്കല്ലേ പരിധിയും പരിമിതിയില്ല. പണ്ടത്തൊക്കെ വീട്ടിൽ ചില ഉമ്മയിപ്പൊക്കെ പറയും, അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് അറിയലെന്ന് പറയാറുണ്ട്. ആരൊക്കെയാണെന്നൊക്കെ അറിയാലേ, വീട്ടിലേക്ക് വന്ന് 4-5 ആൾക്കാരൊക്കെ അറിയാം. ഇന്ന് നമ്മുടെ ഫ്രണ്ട്സിന് നമ്മുടെ ഉമ്മാക്കോ ഉപ്പാക്കോ ഒന്നും അറിയില്ല. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എങ്ങനെ ഓൺലൈനിലുള്ള ഫ്രണ്ട്സ് ആയിരിക്കും. നമ്മുടെ സൗഹൃദങ്ങളിൽ നമുക്കൊരു ലിമിറ്റ് വരുത്തണം, എണ്ണത്തിലല്ല പക്ഷേ ക്വാളിറ്റിയിലൊരു ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കീപ്പ് ചെയ്യാൻ വേണ്ടി. അതിൽ ഒന്നാമത്, അള്ളാഹുവിനെ ഓർക്കുന്ന സൗഹൃദങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പരാജയപ്പെടും. എന്താ പരാജയപ്പെടുന്ന പറയാനുള്ള കാരണം എന്നറിയോ? ഇവിടുന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ പോവും. 10ാം ക്ലാസ്സിൽ പഠിച്ചാലും പ്ലസ് 2 പഠിച്ചാലും ഡിഗ്രിക്കുള്ളതും കൂടുള്ള ആൾക്കാരൊക്കെ ഒരു നിമിഷം കഴിഞ്ഞാൽ ആ സുഹൃത്തുക്കൾ പോവും, അത് ഉറപ്പാണ്. 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഒറ്റപ്പെടുന്നൊരവസ്ഥയിലേക്ക് വരും. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടുമുട്ടുന്ന സംസാരിക്കുന്ന ആളുകളായിട്ട് മാറും. ആ സമയത്ത് ചെറുപ്പത്തിലേ നമ്മുടെ ഫ്രണ്ട്സ് നമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും, നല്ലതും ഉണ്ടാവും ചീത്തതും ഉണ്ടാവും. ശരി, അതിൻ്റെ സുഗന്ധം നമുക്ക് ആസ്വദിക്കാൻ പറ്റും അല്ലേ. നമ്മളൊരു നിങ്ങൾ ഇവിടെ അത്രയൊക്കെ വിൽക്കുന്ന ആളുകൾ കണ്ടില്ലേ, അതിൻ്റെ അടുത്ത് കൂടെ പോയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിയില്ലെങ്കിലും ചില സ്മെല്ലൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇതേപോലെ നല്ല സുഹൃത്തുക്കൾ. ചീത്ത സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞത് കൊല്ലപ്പണിക്കാരല്ലേ, കൊടുവാളും വാളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അവിടെ നിങ്ങൾ വെള്ള വസ്ത്രം ധരിച്ചു പോയിരുന്ന് എത്ര സൂക്ഷിച്ചിരുന്നാലും ശരി, അതിൻ്റെ പുകയും പൊടിയും ഒക്കെ നമ്മൾ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ചീത്ത സൗഹൃദത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നല്ല കൺട്രോളാണ്, ഞാൻ അതിലേക്കൊന്നും പോകില്ല എന്നൊക്കെ പറഞ്ഞാലും മെല്ലെ മെല്ലെ അതിലേക്ക് ഇങ്ങനെ വീട് പോയിക്കും. അത് നേരത്തെ പറഞ്ഞ പോലെ ലഹരി പദാർത്ഥങ്ങളോ മറ്റേലേക്കൊന്നും ആയിരിക്കില്ല. നമ്മൾ ശീലിച്ച കുറേ ശീലങ്ങൾ മെല്ലെ മെല്ലെ നിന്നുപോലെ ആയിരിക്കും. ഞാൻ പണ്ട് മുതലേ നിസ്കരിച്ചു, ആ സൗഹൃദത്തിലേക്ക് പോയപ്പോൾ നിസ്കാരം മെല്ലെ മെല്ലെ നിന്നുപോയി. ഞാൻ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളായിരുന്നു, ആ കൂട്ടുകെട്ടിലേക്ക് പോയപ്പോൾ കുറേ വേണ്ടാത്ത വാക്കുകൾ എൻ്റെ നാവിൻ തുമ്പിൽ ഇങ്ങനെ വരാൻ തുടങ്ങി.
വൃത്തികെട്ട വാക്കുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇതാ സൗഹൃദത്തിലേക്ക് പോയപ്പോൾ എന്നിലുണ്ടായിട്ടുള്ള വാല്യൂസ് നഷ്ടപ്പെട്ടു പോയി. പുതിയ സാധനങ്ങൾ ഇങ്ങനെ വരും, നമ്മൾ അറിയാതെ വന്നുകൊണ്ടിരിക്കും. എൻ്റെ വാക്ക് മാറുന്നതും എൻ്റെ സ്വഭാവം മാറുന്നതും എൻ്റെ ശൈലി മാറുന്നതും ഒന്നും നമ്മളറിയാതെ നമ്മൾ ഏത് ഫ്രണ്ട്ഷിപ്പിലാണോ പോയി ചാടുന്നത് അതിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അവിടെയാണ് നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന സൗഹൃദമല്ല എങ്കിൽ നമുക്ക് ഈ വേണ്ടാത്തതൊക്കെ ഇങ്ങനെ തന്ന് അവർ പോയിട്ടുണ്ടാവും. പരലോകത്തെത്തുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നുണ്ട്, ഇന്നയാളെ കൂട്ടുകാരനായിട്ട് സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഞാൻ പറയുന്ന. നമ്മൾ പരലോകത്ത് പോകുമ്പോൾ നമ്മുടെ ഉപ്പാക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയൂല, ഉമ്മാക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയൂല. അവരൊക്കെ അവരുടെ കാര്യം മാത്രം നോക്കിയിട്ടേ പോവുള്ളൂ. നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാവും. നോക്ക്, നിങ്ങളുടെ രണ്ടാൾ ടീമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഒരാളൊരു തോക്കുമായിട്ട് വരികയാണ്, നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വരികയാണ്. നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങൾ ടീമായിട്ട് ഇരിക്കുകയാണ്, ഒരാൾ തോക്കുമായിട്ട് കൊല്ലാൻ വേണ്ടി വരാൻ. എന്നിട്ട് ആ ആൾ പറയാണ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം അല്ലെങ്കിൽ നിനക്ക് നിങ്ങൾ തീരുമാനിച്ചോളി പറയാണ് രണ്ടാളോട്. ഞാനും എൻ്റെ സുഹൃത്തും ഇരിക്കുന്നത്, ആൾ പറയാണ് നിങ്ങൾ രണ്ടാൾ തീരുമാനിച്ചോളി, ഏതെങ്കിലും ഒരാൾ എന്തായാലും മരിക്കണം. ഇതിൽ മരിക്കാൻ റെഡി ആയിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്? എടാ ഞാൻ മരിച്ചോളാം, ഈ ജീവിച്ചോ എന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ട്? ഇപ്പം കുളൂസിൽ പറയും, ഇപ്പം ആരും തോക്കായിട്ട് വരുന്നില്ലല്ലോ അല്ലേ? തോക്കായിട്ട് വന്നാൽ എന്താ പറയുക, എടാ ഈയൊക്കെ ജീവിച്ചിട്ട് ഇപ്പം എന്തിനാ അല്ലേ? എനിക്കാണെങ്കിലോ അല്ലേ ഒരു ടൂർണമെൻ്റൊക്കെ ഉണ്ട് അല്ലേ, ഒരു എക്സാമൊക്കെ ഉണ്ട് അല്ലേ, ഞാനും ജീവിക്കാം, ഈ ഒന്ന് മരിച്ചു തരുമോ, സ്നേഹത്തിൻ്റെ ഭാഷയിലൊക്കെ പറയില്ലേ, ഇതൊന്ന് മരിച്ചു തരുമോ ചോദിക്കും. എല്ലാ കാര്യങ്ങളൊക്കെ തന്നെ. ഒരു കോളേജിൽ ഒരു അഡ്മിഷൻ ഉണ്ട്, ഒരൊറ്റ സീറ്റേ ഉള്ളൂ, ആ സീറ്റ് നമ്മൾ ആഗ്രഹിച്ച സീറ്റാണ് അല്ലേ, ആ കോഴ്സിൽ നമ്മൾ ആഗ്രഹിച്ച, വേറെ എവിടെ ഇല്ല, ആ കോഴ്സിന് പോകാൻ കഴിയില്ല. പിന്നെ വർഷം കുറേ കഴിഞ്ഞാലൊക്കെ ആയിരിക്കും സീറ്റ് കിട്ടുക. നമ്മളെ സുഹൃത്തിന് വേണ്ടിയിട്ട് ആ സീറ്റ് കൊടുക്കുമോ? കൊടുക്കൂല. ഇനി കൊടുക്കാൻ തന്നെ കുറേ മനസ്സിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചു. നമ്മുടെ ഒരു കാര്യം, ഏറ്റവും ടോപ്പ് കാര്യം വരുമ്പോൾ നമുക്ക് നമ്മളാണ് വലുത്. ഇത് പരലോകത്തെത്തുമ്പോൾ നമ്മൾ എത്ര ഫ്രണ്ട്സ് ഉണ്ടായാലും, ഉമ്മ ഉണ്ടായാലും ഉപ്പ ഉണ്ടായാലും ഒന്നും അവരെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാവില്ല. അപ്പം നമ്മളെ വഴി തെറ്റിച്ച ഫ്രണ്ട്സും ഉണ്ടാവും, നേർവഴിയിലേക്ക് നടത്താൻ വേണ്ടിയിട്ട് കാണിച്ച ഫ്രണ്ട്സും ഉണ്ടാവും. രണ്ടും നമുക്ക് സങ്കടം ഉണ്ടാവും. ഒന്ന്, ഇവൻ കാരണമാണല്ലോ ഞാൻ ഇങ്ങനെ ആയത്, അതെ ഓനും പറയൂ കേട്ടോ, ഓന് നമ്മളെ കുറിച്ചും പറയൂ അല്ലേ, നമ്മൾ കാരണമായിരിക്കുമല്ലോ ഓനും നന്നാവാത്തത്. അതേപോലെ ആ ആള് കുറേ വിളിച്ചിരുന്നു, പക്ഷെ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടവും നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് ഇങ്ങനെ ബോധം വേണം. ഞാൻ ഒരാൾ ഡ്രൈവ് ചെയ്യുന്നൊരു വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന ഒരാളാണോ, നമ്മളാണോ ഡ്രൈവർ നമ്മുടെ ലൈഫിൻ്റെ? നമ്മൾ ഡ്രൈവർ എന്ന് ഉദ്ദേശിച്ച് വേണ്ടാത്തൊരു കാര്യത്തിലേക്കല്ല. നമ്മളൊരു സുഹൃത്ത് വേണ്ടാത്തൊരു കാര്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നോ എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് എന്താ ഇല്ലാത്തത്? നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഉമ്മാനോട് പറഞ്ഞൊക്കെ പറയല്ലേ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കും, അത് നിങ്ങളാ ചോദിക്കാൻ അല്ലേ, ഇത് എൻ്റെ ഇഷ്ടമാണ്, ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഇതേപോലെ വേണ്ടാത്തൊരു കാര്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ എൻ്റെ ഇഷ്ടമാണ്, അതിലേക്ക് ഞാനില്ല, നോ എന്ന് പറയാൻ നമുക്ക് എന്താ പറ്റാത്തത്? ഫ്രണ്ട്സ് വരാൻ തട്ടൊന്നും ഇടണ്ടാലേ, അങ്ങനെയൊക്കെ ലൈഫിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയാൽ പറയുമ്പോൾ ഞാൻ തട്ടിട്ടാൽ നിനക്ക് എന്താന്ന് ചോദിക്കാനുള്ള ധൈര്യം നമുക്ക് എന്താ ഇല്ലാത്തത്? മറ്റേന് നോ എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ, ഞാൻ അങ്ങോട്ട് പോകും, ഇത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയുന്ന ആ അതേ ആർജവം എന്തുകൊണ്ടാണ് ദീനീപരമായ കാര്യത്തിൽ എനിക്ക് ഇല്ലാതെ പോകുന്നത്? അപ്പം നമുക്ക് എന്ത് വേണം? അള്ളാഹിനെ കുറിച്ച് അറിയാൻ പറ്റണം, നമ്മുടെ ലൈഫിനെ കുറിച്ച് അറിയാൻ പറ്റണം. നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴാണ് മരണപ്പെട്ടു പോകുകയാണെന്നൊന്നും നമുക്കറിയില്ല. ആ ജീവിതം ഏറ്റവും ഭംഗിയായിട്ടുള്ള ജീവിതമാകുമ്പോൾ നമ്മുടെ സൗഹൃദങ്ങൾ നമുക്ക് ലിമിറ്റുമാണ്. വേണ്ടാത്ത കാര്യത്തിലേക്ക് ക്ഷണിക്കുന്ന സുഹൃത്താണ് നോ എന്ന് പറയണം. അതിൻ്റെ പേരിൽ ഒരു പ്രശ്നമോ പ്രയാസമോ ഉണ്ടാവില്ല ലൈഫിൽ. ഉണ്ടാവുമോ? നമ്മളൊക്കെ അനുഭവത്തിൽ നിന്ന് പറയാം. നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ കുറേ വേണ്ടാത്ത സൗഹൃദങ്ങൾ ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങളിൽ പറ്റൂല, ഇല്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മളെ മാറ്റി നിർത്തും. ഓനതിന് വിളിക്കണ്ട, അവനതിന് കിട്ടൂല അല്ലേ. നമുക്കുള്ളൊരു അള്ളാഹ് നൽകുന്നൊരു പ്രൊട്ടക്ഷനാണത്. വേണ്ടാത്തൊരു കാര്യത്തിന് അവൾ ഉണ്ടാവൂല, അവനുണ്ടാവൂല, അവളെ വിളിക്കണ്ട. മറ്റേത് എല്ലാ നല്ല ക്ലാസ്സിനും നമ്മൾ പോവും, വേണ്ടാത്തൊരു കാര്യം വരുമ്പോൾ അതിനും നമ്മൾ പോവും. അപ്പോൾ ആളുകൾ എന്താ പറയുക, ഓളെല്ലാത്തിനും വരുന്ന ആളാ, ഓന് എല്ലാത്തിനും വരുന്ന ആളാന്ന് പറയും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി എവിടെയും പണയപ്പെടുത്താൻ പാടില്ല. ഐ ആം എ മുസ്ലിം, ഞാൻ മുസ്ലിമാണ്, അള്ളാഹ് എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധമുള്ള, അള്ളാഹു എൻ്റെ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന് ബോധമുള്ളൊരു മുസ്ലിമാണ്. അപ്പം എൻ്റെ സുഹൃത്തുക്കളെ നന്മയിലേക്ക് നയിക്കുന്ന ആളാവണം ഞാൻ, തിന്മയിൽ നിന്ന് അല്ലേ ചെറുക്കുന്ന ആളാവണം. അത് തെറ്റാണ് കേട്ടോ എന്ന് പറയാൻ പറ്റില്ല, വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകാതെ. അപ്പം ഞാൻ പറഞ്ഞത് വൈബ് എന്ന് പറഞ്ഞാൽ എല്ലാം ട്രെൻഡിനനുസരിച്ച് പോകാമെന്ന് പറഞ്ഞത് നമുക്ക് എൻജോയ്മെൻ്റ് ആയിട്ട് തോന്നും, പക്ഷേ നാളെ സങ്കടപ്പെടും. എല്ലാത്തിൻ്റെ പിന്നാലെ നമുക്കൊരു ഗുണവും ഇല്ലാതെ ഒരു ഉപകാരം ഇല്ലാത്തതിന് പിന്നാലെ ഇങ്ങനെ ടൈമും അതേപോലെ തന്നെ ആരോഗ്യവും സമ്പത്തും ഒക്കെ സ്പെൻഡ് ചെയ്ത് എല്ലാം എൻജോയ്മെൻ്റ് ആയിട്ട് എല്ലാം അങ്ങനെ അടിച്ചുപൊളിയായിട്ട് പോകുമ്പോൾ നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മൾ സങ്കടപ്പെടും.
ആവശ്യങ്ങളുണ്ടാവും, അതിനനുസരിച്ച് ചെയ്യണം. പക്ഷേ എന്നാലും സൗഹൃദങ്ങളിൽ നന്മയുടെ, അത് പ്രത്യേകിച്ച് വാക്കുകളൊക്കെ സൂക്ഷിക്കണം. നമ്മൾ ചില വാക്കുകളൊക്കെ നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ നോക്കും, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പറയുന്ന വാക്കുകളൊക്കെ ഭയങ്കര അല്ലേ വൃത്തികെട്ട വാക്കുകൾ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. കളവ് പറയാൻ മടിയില്ലാത്ത ആളുകളുണ്ട് അല്ലേ. ഒരു രസത്തിന് വേണ്ടിയിട്ട് പൊലിപ്പിച്ച് പറയുന്ന, കുറ്റം പറയുന്ന, ഇങ്ങനത്തെ കുറേ സ്വഭാവ വിഷയങ്ങൾ ഫ്രണ്ട്ഷിപ്പിനിടയിൽ ചോർന്നു പോകാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാന ആരാധന വിഷയങ്ങൾ സൂക്ഷിക്കണം. പിന്നെയോ സ്വഭാവ പെരുമാറ്റ വിഷയങ്ങൾ സൂക്ഷിക്കണം. തെറ്റാണെങ്കിൽ അതിലേക്ക് ഞാനില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം. ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ട്. ഈ സുഹൃത്തുക്കൾ എന്നതിനേക്കാൾ മികച്ച സുഹൃത്തുക്കളെ തരാൻ ശക്തിയുള്ളവനാണ് പടച്ചോൻ. എന്നാൽ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകുന്ന സൗഹൃദങ്ങളുടെ ഒപ്പരമാണ് നമ്മൾ പോകുന്നത് എങ്കിലോ നമുക്ക് അള്ളാഹ് എന്ന് പറയുന്ന ഏറ്റവും നല്ല സുഹൃത്തിനെ നഷ്ടപ്പെടും. അള്ളാഹ് എന്ന് പറയുന്ന ഏറ്റവും നല്ല സുഹൃത്തിൻ്റെ അല്ലേ കൂടെ ഉണ്ടാകുന്ന ഫലപ്പളം മനസ്സിലാവുമല്ലോ. നമ്മളിപ്പം ഇങ്ങനെ ആരോഗ്യവും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ്. നിങ്ങളുടെ കാഴ്ച ഒക്കെ പോയി, നിങ്ങൾക്ക് കാഴ്ചയില്ല. ഒരാൾ iPhone 17 Pro വാങ്ങി തരാണ്, എടുത്തോ എന്ന് പറഞ്ഞാൽ നമുക്ക് കാഴ്ചയില്ലെങ്കിൽ അരൻ്റെ ഭാഗം തളർന്നു പോയി, നമുക്ക് നല്ല ടൂറൊക്കെ പോവാം, അടിച്ചു പൊളിച്ച് വരാമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഉഷാറൊന്നും ഉണ്ടാവില്ല. നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും ധിക്കരിക്കാൻ മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, നിങ്ങൾ ആരാ അത് ഇതെന്നൊക്കെ പറയാനുള്ള ധൈര്യം നമുക്കുണ്ട്. പക്ഷെ ശരീരത്തിൻ്റെ എന്തെങ്കിലും അവയവത്തിന് പ്രശ്നം പറ്റുകയോ വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുകയോ ചെയ്യുമ്പോഴാണ് അള്ളാഹ് എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാകും. അപ്പോൾ നമുക്ക് അള്ളാഹ് മതിയാവും. കാരണം ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ നമ്മളിങ്ങനെ റീകോൾ ചെയ്യപ്പെടും. പടച്ചോനെ വേണ്ടാത്തത് പറഞ്ഞത് കണ്ടത് ചെയ്തത് അതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ അകറ്റുന്നൊരു സമയം നമുക്ക് വരാനുണ്ട്. ചിലപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാലും വരും. എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ അപകടം പറ്റുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ വരും. അവിടെ നമ്മൾ തെറ്റിലേക്ക് പോകുന്നില്ല എന്നൊരു ബോധമാണ്. തെറ്റിലേക്ക് പോയാലും എഴുന്നേറ്റ് വരാൻ പറ്റണം. തെറ്റിലേക്ക് വീണുപോയാലും പടച്ചോനെ എന്ന് വിളിച്ച് പാപമോചനം ചെയ്തു വരാൻ പറ്റണം. അള്ളാഹു തെറ്റ് ചെയ്യുന്ന മനുഷ്യനോടും അല്ലേ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വെക്കുന്ന പടച്ചോനെയാണ് അള്ളാഹ് പഠിപ്പിച്ചത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സ്വന്തം ദേഹങ്ങളോട് തെറ്റ് ചെയ്തു പോയിട്ടുള്ള എൻ്റെ അടിയാന്മാരെയാണ്. ഈ എൻ്റെ എന്നുള്ള പദപ്രയോഗം സ്വകാര്യ അഹങ്കാരത്തിൻ്റെ പദം എന്നാ പറയാം. എൻ്റെ ഫോൺ അല്ലേ, എൻ്റെ ഫോണ് വേറൊരാൾ നോക്കുന്നത് പോലെ ഞാൻ നോക്കുന്നത് പോലെ വേറെ ആൾക്ക് നോക്കാൻ പറ്റുമോ അല്ലേ? വീണു പോകുമെന്ന് പേടിച്ച് അതിന് ടച്ച് ചെയ്യുന്നൊക്കെ. എൻ്റെ വണ്ടി, എൻ്റെ ബൈക്ക് ഞാൻ നോക്കുന്നത് പോലെ നോക്കാൻ കഴിയില്ല. എൻ്റെ എന്ന് പറഞ്ഞാൽ സ്വകാര്യ അഹങ്കാരത്തിന് പദം. അതാണ് എൻ്റെ മോൻ എന്ന് ഉമ്മ പറയൂലേ, ആ എൻ്റെ മോനെ ഞാൻ നോക്കുന്നത് പോലെ വേറൊരാൾക്ക് നോക്കാൻ പറ്റൂല. ഇതേപോലെ അള്ളാഹ് വിളിക്കാണ് എൻ്റെ അടിയാന്മാരെ എന്ന് നമ്മളെ വിളിക്കുന്നത്. അത്രയും റെസ്പെക്റ്റാണ് പഠിച്ചോ നമ്മളെ, അത്രയും റെസ്പെക്റ്റാണ്. കാരണം നോക്കൂ നിങ്ങൾ, നമ്മൾ ചോദിക്കാതെ കുറേ അനുഗ്രഹങ്ങൾ തന്ന പടച്ചോനാണ്. കണ്ണ് ഞാൻ ചോദിച്ചിട്ടല്ല, അതേപോലെ തന്നെ വാഴിയും വെള്ളവും ഒന്നും ഞാൻ ചോദിച്ചിട്ടല്ല. ഞാൻ പ്രാർത്ഥിച്ച കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം തന്നെ ഞാൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എനിക്ക് വേണ്ട കുറേ വിഭവങ്ങളെ അള്ളാഹ് സമ്മാനിച്ചു തന്നു. നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗിഫ്റ്റ് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ? ഞാനത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നില്ലേ. ഇതേപോലെ നമുക്ക് അള്ളാഹ് നൽകിയിട്ടുള്ള ഗിഫ്റ്റാണ് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന എല്ലാ നിഅമത്തുകളും. ഇത് തരാനുള്ള കാരണം ഇപ്പം എന്താ? നമ്മൾ നന്നാവോ ചീത്താവോ എന്നൊന്നുമില്ലേ, ആദ്യം അറിയാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും പടച്ചോൻ തരാണ്. ഇത് അള്ളാഹിൻ്റെ റഹ്മത്താണ്. പടച്ചോൻ നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിന് തിരിച്ചു കൊടുക്കേണ്ട ശുക്ർ എന്ന് പറയുന്നത് അള്ളാഹ് പറഞ്ഞ രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുത്താൽ മതി, വേറൊന്നും വേണ്ട. അള്ളാഹ് പറഞ്ഞ രീതിയിൽ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, കുറച്ച് സംസാരിച്ചാൽ മതി, ക്ഷമിക്കുക. എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പഠിച്ചോൻ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ടഫായിട്ട് ഒന്നുമില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ എന്ന് പറഞ്ഞു. ആരാധനാ കർമ്മങ്ങളിൽ പോലും നിങ്ങൾക്ക് പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യവുമില്ല, അടിച്ചേൽപ്പിച്ചിട്ടില്ല. അത്രയും നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടിയിട്ട് കുറേ നിഅമത്തുകൾ സംവിധാനിച്ചു വെച്ചിട്ടുള്ള പടച്ചവനെ, ആ പടച്ചവൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി നല്ല സൗഹൃദങ്ങൾ കീപ്പ് ചെയ്ത് മാതാപിതാക്കളെ റെസ്പെക്റ്റ് ചെയ്ത് അല്ലേ അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ പറ്റുമ്പോൾ നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് വല്ലാത്തൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. എൻ്റെ സ്വഭാവ പെരുമാറ്റം ഒക്കെയാണ് ആളുകൾക്കിടയിൽ ഭയങ്കര ഇഷ്ടമാണ്. നോക്ക് നിങ്ങൾ, അള്ളാൻ്റെ റസൂലിനെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നബിന് ഇഷ്ടമാണോ? മുഹമ്മദ് നബി നിങ്ങൾ ഇഷ്ടമല്ലേ? നബിനെ നിങ്ങൾ കണ്ടിണോ? കണ്ടില്ലല്ലോ. നബിയുടെ സംസാരം നിങ്ങൾ കേട്ടിണോ? നബിയുടെ സംസാരം കേട്ടിട്ടല്ലോ. പിന്നെ എങ്ങനെയാണ് ആ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? അള്ളാൻ്റെ റസൂലിനെ നമ്മളെങ്ങനെ ഇഷ്ടപ്പെടുന്നത്? പ്രവാചകന്റെ സ്വഭാവ പെരുമാറ്റവും വിശ്വാസവും എഴുതി വെച്ച് അതിനെക്കുറിച്ച് പഠിച്ചു വായിച്ചു മനസ്സിലാക്കുമ്പോൾ ഹീസ് എ ഗുഡ് പേഴ്സൺ, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്ന് നമ്മൾ വായിക്കുകയാണ്. ഇതേപോലെ നമ്മളെ നോക്കിക്കാണുന്ന മനുഷ്യൻ,
നമ്മളെ ഒരു നോക്ക് കാണുന്ന മനുഷ്യൻ, നമ്മുടെ കൂടെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ സ്പെൻഡ് ചെയ്തിട്ടുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്രയിൽ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ടുള്ള മനുഷ്യൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മളെക്കുറിച്ച് പറയാൻ പറ്റണം, ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ്, അവളുടെ സ്വഭാവം നല്ലൊരു സ്വഭാവമാണ്, അവൻ്റെ സ്വഭാവം നല്ലൊരു സ്വഭാവമാണ്, അവൻ്റെ വിശ്വാസം അടിയുറച്ച വിശ്വാസമാണെന്ന് പറയാൻ പറ്റുന്നൊരു പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകണം. അല്ലാതെ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് അൽഹംദുലില്ലാ ഒന്ന് കഴിച്ചിലായല്ലോ എന്ന് പറയുന്ന ഒരു അനുഭവം നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പം നമ്മുടെ ലൈഫിനെ കുറിച്ച്, സ്വഭാവ പെരുമാറ്റത്തെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച് അല്ലേ നമ്മളിങ്ങനെ ചിന്തിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നല്ലതാണോ ചീത്തതാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചീത്തതാണെങ്കിലും പേടിക്കണ്ട, അതിന് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ പടച്ചവൻ ആ പ്രാർത്ഥനയെ തട്ടിക്കളയൂല. അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത് പാരൻസിനെ കുറിച്ചായിരുന്നു. ഉമ്മയും ഉപ്പയും അത്രമേൽ നമ്മളെ സ്നേഹിക്കുന്ന ആളാണ്. അവർ ദേഷ്യത്തിൻ്റെ സ്വരത്തിലോ അല്ലേ വേറെന്തെങ്കിലുമൊക്കെ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കാം, എന്നിരുന്നാലും ഉള്ളിൽ സ്നേഹമാണെന്ന ബോധം നമുക്കുണ്ടാവണം. അവർ പ്രയാസപ്പെട്ട പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. രണ്ടാമത് പറഞ്ഞത് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പിലൊക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറേ സംഗതിയുണ്ട്. ആൺ പെൺ സൗഹൃദങ്ങളിൽ അതേപോലെ തന്നെ അല്ലേ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട സംഗതിയാണ്. ആണും പെണ്ണും ഈക്വൽ അല്ല. ആണും പെണ്ണുള്ള സൗഹൃദങ്ങൾ ഒപ്പം ഇരിക്കുന്നതും തോളിൽ കൈയിട്ട് ഫോട്ടോ എടുക്കുന്നതും അല്ലേ സ്റ്റാറ്റസ് ഇടാൻ സംഗതികളൊക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട കുറേ സ്ഥലങ്ങളിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും, വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നിടത്ത് കസിൻസ് ആയാലും ചിലർക്ക് അല്ലേ എല്ലാവരും ഒന്നും നേരത്തെ പറഞ്ഞതുപോലെ കസിൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൊടുത്ത് എല്ലാവരുടെ കൂടെയും പോവുക, എല്ലാവരുടെ കൂടെയും ഇങ്ങനെ കറങ്ങി നടക്കുക, ഇതിനൊക്കെ ലിമിറ്റേഷൻ വേണം, അല്ലെങ്കിൽ ഭയങ്കര അപകടമാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒരു ബോധം നമ്മുടെ റിലേഷൻഷിപ്പിൽ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ടാവുകയും അള്ളയാണ് ഏറ്റവും നല്ല സുഹൃത്ത്, ആ സുഹൃത്ത് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വേറെ ഒരു സൗഹൃദവും ഉണ്ടാകാൻ പാടില്ല. അപ്പം അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന സൗഹൃദങ്ങൾ ഉണ്ടാവണം. നന്മ ചെയ്യുന്ന നന്മയിലേക്ക് നയിക്കുന്ന സൗഹൃദങ്ങൾ ഉണ്ടാവണം. സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണം. അങ്ങനത്തെ കുറേ ക്വാളിറ്റീസ് നമുക്ക് കീപ്പ് ചെയ്യാനും അങ്ങനെയുള്ള സൗഹൃദങ്ങൾ നമ്മൾ സ്വീകരിക്കാനും പറ്റണം. അങ്ങനെ എല്ലാത്ത സൗഹൃദങ്ങൾ വരുമ്പോൾ നോ എന്ന് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റവും വേണം. ആ ഒരു സുഹൃത്ത് നഷ്ടപ്പെട്ടാലും വേറൊരു സുഹൃത്തിനെ തന്ന അള്ളാഹ് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ബോധം ഉണ്ടാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ട് തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.